ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ചെത്തിയിട്ടുള്ള അന്നത്തെ ദിവസത്തെ കുറച്ച് ക്ലീനിങ്ങും കുക്കിങ്ങും റെസിപ്പീസും പിന്നെ നിങ്ങൾക്ക് ഈദിന് വരുന്ന പെരുന്നാളിന് നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയും കാര്യങ്ങളും നല്ല ഈസി റൈസ് റെസിപ്പിയും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. ലൈക്കിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും നിങ്ങളുടെ കമൻറ്റും, അതായത് നിങ്ങളുടെ വീഡിയോൻ്റെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ മറന്നു പോകുന്നതാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം നമ്മൾ വന്നിട്ട് അന്നത്തെ ദിവസം പിന്നെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിറ്റേ ദിവസം രാവിലെയാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ നല്ല മഴയായിരുന്നു ഇതുവരെ. ഇപ്പോൾ ഒന്നിങ്ങനെ നിന്നിട്ടുണ്ട്, ഇപ്പം മഴ പെയ്യുന്നില്ല. അപ്പോൾ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നപ്പോൾ ജസ്റ്റ് എന്താണ് അവസ്ഥ നിങ്ങളൊന്ന് കാണിച്ചു തന്നതാണ് കേട്ടോ. മഴ പെയ്തിട്ട് അങ്ങനെയുള്ള ഇലയും ചുറ്റിലും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അതുണ്ട് തണ്ട കമ്പും. അത്രയും നല്ല മഴയായിരുന്നല്ലോ, ഭയങ്കര മഴയായിരുന്നില്ലേ. അപ്പോൾ ഇതാ ഒരു 2-3 ദിവസം നമ്മൾ മുറ്റമൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. സാധാരണ റഫീഖ അടിക്കാറുണ്ട്. ഈ ഒരു 3 ദിവസങ്ങളിൽ റഫീഖക്കും തീരെ സമയം കിട്ടിയിട്ടില്ല കേട്ടോ, രാവിലെ ഒന്നും. അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നല്ല ക്ലീനാക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ അതിന് പുറമെ കുരങ്ങന്മാർ വന്നിട്ട് മാങ്ങയും കുറേ ഇലകൾ അങ്ങനെയും ചാടിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം ആന്തൂരയും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കണ്ട് ഇങ്ങനെ മിക്സായിട്ട് റെഡ്, ഓറഞ്ച്, പിങ്ക്, വൈറ്റ് മിക്സായിട്ട് കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതാണ് അവിടെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആന്തൂരയൊക്കെ മഴയിൽ നല്ല നനഞ്ഞ് കുതിർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട്. ഇനിയിപ്പോൾ മൊത്തം ചുറ്റിലും ഒന്ന് അടിച്ചു വാരട്ടെ. അടിച്ചു വാരുക എന്ന് പറയുമ്പോൾ വലിയ ചൂല് കൊണ്ട് അടിച്ചു വാരാനും പറ്റില്ല കേട്ടോ. കാര്യം നമ്മൾ ഇൻ്റർലോക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, വലിയ ചൂലെടുത്താൽ. പക്ഷേ ഈ ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ നനഞ്ഞൊരിതിൽ ചെറിയ ചൂല്, അതായത് കുറ്റിച്ചൂല് വെച്ചിട്ട് അടിച്ചാലാട്ടോ വൃത്തിയാവുള്ള, ഇലയൊക്കെ ഇങ്ങനെ പോരുള്ളൂ. അപ്പോൾ ഇനി വേഗം അടിച്ച് വാരിയിട്ട് കംപ്ലീറ്റ് ആക്കട്ടെ. അപ്പോൾ എണീറ്റ ഉടനെ റഫീഖക്കുള്ള കട്ടൻ ചായക്ക് കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ രണ്ടാളും കൂടെ ഇറങ്ങിയത് കേട്ടോ. റഫീഖും തോട്ടത്തിലും ആയിട്ട് ഉണ്ട്, ഓരോന്ന് നോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനാണെങ്കിലും കിച്ചണിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. കാര്യം മഴ ഇല്ലാത്ത സമയത്തല്ലേ നമുക്ക് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ കയറിക്കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും ലഞ്ച് ഉണ്ടാക്കലും അങ്ങനെ ഓരോരോ കാര്യങ്ങളിലായിട്ട് പിന്നെ നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മഴയായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു മുറ്റം ക്ലീനിങ് അങ്ങ് കഴിഞ്ഞാൽ വലിയ പണി കഴിഞ്ഞു കേട്ടോ. കാരണം ഞാൻ പോകുന്ന ദിവസം ഫുള്ള് അലക്കിയിട്ടിട്ടാണ് പോയത്. പിന്നെ കൊണ്ടുവന്നത് എൻ്റെത് കുറച്ച് അലക്കാനുണ്ട് കേട്ടോ. അതാണ് ഇന്ന് കുറച്ച് പണിയുള്ളത്. ഞാൻ കൊണ്ടുപോയ ചുരിദാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കുറച്ച് അലക്കിടാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ പണി മുറ്റടിക്കലായിരുന്നു. മുറ്റം ചുറ്റിലും അടിച്ച് ക്ലീനാക്കലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്, ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊന്ന് ഇനി ഒന്ന് കുളിച്ചിട്ട് വരട്ടെ, എന്നിട്ട് കാണാം. അപ്പോൾ ഇതെൻ്റെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതാണ് ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം. ഇന്ന് നമ്മുടെ ആ ഒരു വൈറ്റ് കടലയല്ലേ, അതുകൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു സ്റ്റൂ, കുറുമ എന്നൊക്കെ പറയും, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ഇനി അതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഞാൻ പത്തിരി, നമ്മുടെ കട്ടിപ്പത്തിരിയില്ലേ, അതാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഇന്നിപ്പോൾ സമയമില്ല, കാര്യം മുറ്റത്ത് കുറേ അധികം സമയം പോയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടൈം അങ്ങനെ പോയി. അതിനിടയ്ക്കൊന്ന് മഴ വന്നപ്പോൾ ഒന്ന് കയറി നിന്നു. പിന്നെ കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നിട്ട് പിന്നെ കംപ്ലീറ്റ് ആക്കി. അതിന് ശേഷം പിന്നെ കുളിയും കൂടെ കഴിഞ്ഞിട്ടില്ല പിന്നെ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ നല്ലൊരു സമയം തന്നെ ആയിട്ടുണ്ട്. 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറും കൂടെ അതിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, എന്നാലേ റഫീഖക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ വേഗം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. അതുകൊണ്ടാണ് നൈസ് പത്തിരിമക്കൊന്നും പോവാത്തത്. കട്ടിപ്പത്തിരി ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി ചെയ്യുമല്ലോ, അതുകൊണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേഗം കടല വേവിക്കാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് പത്തിരിയും അതിനിടയിൽ കുഴച്ചെടുക്കണം. പത്തിരി വേഗം പിന്നെ ആയി കിട്ടുമല്ലോ. കടല വേവേണ്ട ഒരു ടൈം അത് മസ്റ്റല്ലേ. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ.
ഇനി ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 സവാള എടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കണം. സവാളയും കറിവേപ്പിലയും ഒരു 2-3 പച്ചമുളകും അതും കൂടെ ഒന്നിട്ടിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് സോഫ്റ്റായിട്ടൊന്ന് ചെറുതായിട്ട്, കാരണം നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണ്, എന്നാലും നല്ലൊരു ആ ഒരു റോ ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നത്. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്തിട്ട് വഴറ്റിയിട്ട് നമുക്ക് കടലയും മസാലകളും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, എന്നാൽ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന മസാലക്കടല, മസാലക്കറി, അങ്ങനത്തെ വറുത്തരച്ച കടലക്കറി, അങ്ങനത്തെ ഒക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ, അതിൽ നിന്നൊരു ഡിഫറെൻ്റായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ സാധാ കടലക്കറിയൊക്കെ മടുക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇതാ സവാള ജസ്റ്റ് സോഫ്റ്റ് ആയതിനു ശേഷം ഞാനൊരു 1/4 ഇഞ്ച് നീളത്തിലൊരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് സോഫ്റ്റ് ആവാൻ വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഞാൻ പത്തിരി ഒന്ന് കുഴച്ചെടുക്കാനുള്ള വെള്ളവും കൂടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ പത്തിരിപ്പൊടിയില്ല, നമ്മൾ നൈസ് പത്തിരിൻ്റെ പൊടിയില്ലേ, പച്ചരിപ്പൊടി, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണേ. അതായത് നൈസ് പത്തിരിക്കൊക്കെ നമ്മൾ അത് വാട്ടിയെടുക്കുന്നത് ചെയ്യും, ഇതിനേക്കും വാട്ടിയെടുക്കുക. ഞാനിപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ആക്കിയാലും മതി. ഇതാ ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ ഒരു നൈസ് പത്തിരിക്കൊക്കെ ആക്കുന്ന പോലെ തന്നെ ആ ഒരു കുഴവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. കുറച്ചുകൂടി സോഫ്റ്റ് ആയാലും കുഴപ്പമില്ല, നല്ല തന്നെയാണ്. ഇപ്പോൾ ഇതാ ഇതുപോലെ കേട്ടോ. ഇനി ഇത് ഞാനൊന്ന് കുഴച്ചെടുക്കും. നമ്മൾ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അതിനുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് പത്തിരി കുഴക്കുക, പരത്തുക, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ചെയ്യണം. അപ്പോൾ നമ്മൾ കറിയും അതുപോലെ തന്നെ പത്തിരിയും അതിൻ്റെ കൂടെ തന്നെ ആയിക്കിട്ടും. ഇനിയിപ്പോൾ അതിലേക്കുള്ള മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 2 ടീസ്പൂൺ പെപ്പർ പൗഡറും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്ര മതി. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു 3 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കടല, കുതിർത്ത് വെച്ചിട്ടുള്ള കടലയല്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കടലയായാലും കുഴപ്പമില്ല കേട്ടോ. വൈറ്റ് കടലയാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. സാധാ കടലയും ചെയ്യുക, ടേസ്റ്റ് കൂടുതൽ ഇതിനാണ്. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവുന്നവരെ, കടല വേവുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ മല്ലിയില, ഈ ഒരു സമയത്ത് മല്ലിയില ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് മറന്നുപോയി. അപ്പോൾ ഒന്ന് തുറന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതവിടെ വെന്ത് വരട്ടെ. അപ്പോൾ പത്തിരിക്ക് ഞാൻ നമ്മുടെ തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കട്ടെ. ഞാൻ കട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചുകൂടെ കട്ടിയിൽ കുറച്ചുകൂടെ വലുപ്പത്തിലാണ് കേട്ടോ ആക്കിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അധികം നേരമില്ല, റഫീക്ക കുളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം കുക്കായിട്ട് കിട്ടുകയും വേണം. അപ്പോൾ ഓവർ വലുതാക്കുന്നില്ല, എന്നാലും നൈസ് പത്തിരിൻ്റെ വലുപ്പമല്ല കേട്ടോ, കുറച്ചുകൂടെ കട്ടിയായിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് കയ്യിലിട്ടിട്ട് കുഴച്ചതിന് ശേഷം എല്ലാം ഒന്ന് പരത്തിയെടുക്കട്ടെ. എന്നിട്ട് ഒരുമിച്ച് നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യാമല്ലോ. ഈ പത്തിരീൻ്റെ പ്രസ്സിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ഒരു കവറ് കെട്ടിക്കൊടുത്താലേ നല്ല നൈസായിട്ട് നമുക്ക് നൈസ് പത്തിരിയൊക്കെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതായത് കുറച്ച് കയ്യിൽ കുറച്ച് ഒരു എണ്ണ പുരട്ടിയതിന് ശേഷം ആ ഒരു വെളിച്ചെണ്ണ ആ ഒരു കവറിൻ്റെ മുകളിലൊന്ന് തടവിയിട്ട് ഓരോ ഉരുളകളും പരത്തി കൊടുത്താൽ നല്ല നൈസായിട്ട് നമ്മൾ സോഫ്റ്റായിട്ട് നല്ല നൈസായിട്ടുള്ള പത്തിരി നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല കറക്റ്റായിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ കെട്ടിക്കൊടുക്കണേ. ഇനിയിപ്പോൾ അതാ നമ്മുടെ തവയൊക്കെ നല്ല ചൂടായിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടായപ്പോൾ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നൈസ് പത്തിരിയൊക്കെ ആക്കിയെടുക്കുന്ന പോലെ തന്നെ കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റാണ് കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന പത്തിരിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇത് സാധാ പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായി പൊള്ളി നല്ല അടിപൊളിയായിട്ട് വരും. പിന്നെ അല്ലാതെയും എണ്ണയൊന്നും ഒട്ടും ആക്കാതെയും എടുക്കാം കേട്ടോ. അങ്ങനെയും ഞാൻ കാണിക്കുന്നുണ്ട്. ഇതും ഇങ്ങനെ വേണമെങ്കിൽ എണ്ണ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാം, ആക്കാതെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. രണ്ടായാലും നല്ല പൊള്ളി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. നല്ല ടേസ്റ്റുമാണ്. നല്ല നമ്മൾ കാസറോൾക്ക് ഇട്ട് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ പത്തിരി. സാധാരണ നമ്മൾ നൈസ് പത്തിരി കഴിക്കുന്നതിൽ ഇപ്പോൾ ഡിഫറെൻ്റായിട്ട് കഴിക്കാം, ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്. പിന്നെ ഞാൻ ചെറിയ ജീരകം വെറുതെ ചേർത്ത് കൊടുത്തതാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങയും ഒരു പിടി തേങ്ങയും 1-2 കൈപ്പിടി തേങ്ങയും ഒരു 3-4 ചെറിയ ഉള്ളിയും
ചെറിയ ജീരകമോ വലിയ ജീരകമോ നിങ്ങളിഷ്ടം, അതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കുക. അതായത് പത്തിരിപ്പൊടിയില്ല, അതിലേക്ക് ചേർത്ത് കൊടുത്ത് തിളച്ച വെള്ളം വെച്ചിട്ട് ഞാൻ ചെയ്ത പോലെ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. അതുപോലെ ചെയ്താലും നല്ല ടേസ്റ്റാട്ടോ. ഞാനിപ്പോൾ ടൈമില്ലാത്തത് കൊണ്ട് അതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ എണ്ണ ചേർക്കാണ്ടും ചുട്ടെടുക്കുന്നുണ്ട്. എണ്ണ ചേർക്കാണ്ടാട്ടോ അത് കാണിക്കുന്നത്. നന്നായിട്ട് പൊങ്ങി വരുവേ, നല്ല അടിപൊളിയായിട്ട് കിട്ടും. ബാക്കിയുള്ള പത്തിരിയെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ടേ. ഇത് ശരിക്കും അയൺ തവയില്ലേ, ഇരുമ്പിൻ്റെ തവയിൽ ചുട്ടെടുത്താൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഓയിലോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ചുട്ടെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ്. അതിന് കറിയൊന്നും വേണ്ട, വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റായിരിക്കുമേ. അപ്പോൾ ഇതാ നമ്മളെ പത്തിരിയെല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. റഫീക്കും റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ രാവിലത്തെ ഒരു കുറച്ച് വലിയൊരു പണി എനിക്ക് ചെയ്യാനുണ്ടല്ലോ എന്ന് ഞാൻ അവിടെ നിന്ന് തന്നെ, അതായത് നമ്മൾ ബത്തേരിയിലായിരുന്നല്ലോ, റമൽത്താൻ്റെ വീട്ടിലായിരുന്നില്ലേ 2-3 ദിവസം. അവിടെ തന്നെ ഞാൻ ആലോചിക്കുന്നുണ്ട്, അതിന് പടച്ചോനെ മുറ്റൊക്കെ എന്തായിട്ടുണ്ടാവും, കുരങ്ങന്മാരെന്താ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ കേട്ടോ. മുറ്റൊക്കെ അടിക്കാനുണ്ടാവുമല്ലോ, നന്നായിട്ട് ഇലയൊക്കെ തൊഴിഞ്ഞിട്ടുണ്ടാവും. മഴയും അല്ലേ, നമ്മൾ പോകുമ്പോൾ എന്താ പറയുക, വല്ലാണ്ട് ആയിട്ടില്ലല്ലോ, തുടങ്ങിയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിങ്ങനെ മൈൻഡിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങ് തീർന്നപ്പോൾ എന്തോ വലിയ പണി തീർന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്തോ മൊത്തത്തിലൊരു ക്ലീനായ പോലെ ഒരു ഫീൽ എനിക്ക്, മനസ്സിന് ഒരു സുഖം ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പോൾ നമ്മളെ കടലയൊക്കെ വെന്ത് വന്നു. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു അരമുറിൻ്റെ തേങ്ങാപ്പാൽ എടുത്തിട്ട് 1-ാം പാലും 2-ാം പാലും എടുക്കുകയാണെങ്കിൽ 1-ാം പാൽ അവിടെ മാറ്റി വെച്ചിട്ട് 2-ാം പാലില്ലേ, 2-ാം പാലിൽ കടല വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. ആ 2-ാം പാൽ വെറുതെ കളയണ്ടല്ലോ, അങ്ങനെയും ചെയ്യുക. ഇല്ലെങ്കിൽ ഒറ്റ പാലെടുത്തിട്ട് അവസാനം ചേർത്ത് കൊടുത്താലും മതി, രണ്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനത് വെറുതെ കളയണ്ട എന്നോർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. കുറച്ചുകൂടി മല്ലിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ കറി സെറ്റായി വന്നിട്ടുണ്ടേ. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റിലൊരു കറിയാണ്. ഇതുവരെ ഇങ്ങനത്തെ കറി ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, മസ്റ്റ് ട്രൈ ആണെന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ റഫീഖ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കട്ടെ, കൂടെ തന്നെ നമ്മളും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് കഴിഞ്ഞല്ലോ. മാത്രമല്ല ഒറ്റയ്ക്ക് കഴിക്കുന്നതിനേക്കാളും നമ്മൾ എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ അതൊരു രസമല്ലേ. പിന്നെ നമ്മൾ മാത്രമായിട്ട് കഴിക്കുമ്പോൾ അത്ര ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ വേഗം റഫീഖാൻ്റെ കൂടെ സമയം ഉണ്ടെങ്കിൽ, റഫീഖ ഭയങ്കര തിരക്കിലല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഇരുന്നിട്ട് അങ്ങ് കഴിക്കും കേട്ടോ. ഭയങ്കര തിരക്കാക്കി പോകുമ്പോഴാണ് പിന്നെ കഴിക്കാമെന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ അകക്കൊന്ന് ഒതുക്കി പെറുക്കലും കാര്യങ്ങളും ഒക്കെ, രാവിലെ പുറത്തത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പുറത്തെ ഭാഗത്ത് കുറച്ച് ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു വെക്കാനും പ്രതീക്ഷിക്കാതെ അങ്ങ് മഴ പെയ്തില്ലേ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ റഫീഖും കൂടെ കുറേയൊക്കെ ചെയ്ത് തീർത്തു. എന്നാലും ഒന്ന് അറേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുറ്റത്തെ നമ്മളങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്ന് നേരത്തെ തന്നെ മഴ വരികയും ചെയ്തില്ലേ. അപ്പോൾ ഇനി ഗ്യാപ്പ് നോക്കിയിട്ട് അങ്ങനത്തെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ എൻ്റെ ആ ഒരു ക്വിക്ക് ക്ലീനിങ്ങും ഒരു 10 മിനിറ്റ് ക്ലീനിങ് ഞാൻ ചെയ്യലുണ്ട്. ക്ലീനിങ് മീൻസ് ഒന്ന് ഒതുക്കി പെറുക്കി അകൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കലുണ്ട്. അതിനൊന്നും ഇന്ന് നിന്നിട്ടില്ല കേട്ടോ. വേഗം പുറത്ത് പോയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ, ഇല്ലെങ്കിൽ അത് നടക്കില്ല, അത് വേറെ കാര്യം. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതാ ബെഡ്റൂമൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വിരിക്കുന്നുണ്ട്. ഇത് ബെഡ്റൂമൊക്കെ നമ്മൾ പോകുന്ന തലേ ദിവസം അകൊക്കെ തുടച്ചിട്ട് നമ്മളൊരു ക്ലീനിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അകൊക്കെ തുടച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയതായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പണികളൊന്നുമില്ല. എന്നാലും ഇന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നാൽ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടക്കുക, അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്കൊരു തൃപ്തിയാവുള്ളൂ. അപ്പോൾ അതുണ്ട്. ഇന്നലെ ഞങ്ങൾ രാത്രി മഗ്‌രിബായിട്ടോ എത്തിയപ്പോൾ, അതായത് ഒരു 6-6:30 ഒക്കെ 6:30 നമ്മൾ കയറുമ്പം ഒരു ബാങ്ക് കൊടുക്കുന്നത് ആ ഒരു സമയത്താണ് കേട്ടോ എത്തിയത്. പിന്നെ നമ്മളൊന്നും ചെയ്യാൻ വേണ്ടി നിന്നില്ല. രാത്രിയിലത്തെ ഫുഡ് ജസ്റ്റ് ഉപ്പുമാവാക്കി.
അതാക്കി പഴവും മുഴുങ്ങി അങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, അത്ര തന്നെ. പിന്നെ പിറ്റേ ദിവസം ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ പണിയെടുക്കാനൊന്നും നിൽക്കില്ല. എന്തായാലും പിറ്റത്തെ ദിവസം നമ്മൾ കുറേ പണിയൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം അങ്ങ് റെസ്റ്റ് എടുക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അങ്ങ് നല്ല എനർജിയോട് കൂടിയിട്ടാണ് തുടങ്ങുക കേട്ടോ ചെയ്യുക. ഇതാ ബെഡ്റൂമൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. ഇനിയിപ്പോൾ ഇതാ ഇവിടെ ഞാൻ കൊണ്ടുവന്നത് കുറേ ബാഗിലുള്ളതും എല്ലാം കുറേ ഇവിടെ ഇങ്ങനെ ടേബിളിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ ഒറ്റയടിക്ക് എടുത്ത് വെക്കാതെ ഞാൻ അടുക്കളയ്ക്കുള്ള കാര്യങ്ങൾ അടുക്കളയിൽ പോകുമ്പോൾ കൊണ്ടുവെക്കും, റൂമിലേക്കുള്ള കാര്യങ്ങൾ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ കൊണ്ടുവെക്കും. അങ്ങനെ മേലെ പോകുന്ന സമയത്ത് മേലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവെക്കും. അങ്ങനെ തീർക്കട്ടോ ചെയ്തത്. കുറേ അതും ഇതും നമ്മളൊരു എവിടെയെങ്കിലും നിൽക്കാനൊക്കെ പോയി വന്നാൽ കുറേ ഡ്രസ്സും കുറേ കാര്യങ്ങളുണ്ടാവും. പിന്നെ എൻ്റെത് മാത്രമല്ല, റഫീഖയും കുറേ ടേബിളുമ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ടാവും കേട്ടോ. ഡെയിലി ഇട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ അലക്കാനുള്ളതൊക്കെ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത്. റൂമിലും ഉണ്ടാകും, അതുപോലെ തന്നെ ഹാളിൽ ഡൈനിങ് ടേബിൾ കസേരമേലും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേണ്ടതും വേണ്ടാത്തതൊക്കെ ഒന്ന് മാറ്റി, അലക്കാനുള്ളതും ഇല്ലാത്തതൊക്കെ ഒന്ന് മാറ്റി എടുക്കലാണ്. അങ്ങനെ ഭയങ്കരമായ വൃത്തികേടും ഒരുക്കക്കുറവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും മൊത്തം ഒന്ന് തട്ടി അടിച്ച് വാരി തുടക്കുക, അതൊക്കെ തന്നെ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഫംഗ്ഷന് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ചുരിദാറാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്ന്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചുരിദാറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു. അതുപോലെ തന്നെ ആ ഒരു വീഡിയോക്ക് കുറേ നല്ല കുറേ കമൻറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച് കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്ത വീഡിയോ ആണ്, പക്ഷെ വലിയ കുഴപ്പമില്ലാതൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും. ഇതായത് സിമ്പിളൊരു ചുരിദാറാണ് കേട്ടോ. അപ്പോൾ ഞാൻ അലക്കാൻ വേണ്ടി കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് അലക്കിയിടണം. ഇനിയിപ്പോൾ ലിവിങ്ങിലേക്ക് വന്നു. ലിവിങ്ങും ഒന്ന് ജസ്റ്റ് ഒന്ന് ശരിക്കുമില്ലേ, നമ്മൾ 2-3 ദിവസം ഇവിടെ ഇല്ലാത്തതിൻ്റെ അത് അറിയാനുണ്ട് കേട്ടോ. ഈ സെറ്റിൻ്റെ താഴേക്ക് ഇങ്ങനെ പൊടിയും ഉറുമ്പല്ല, ഒരു തരം പൊടി, പിന്നെ ഇങ്ങനെ മാറാനൊക്കെ ഇങ്ങനെ ഉണ്ടാവാൻ നോക്കുന്ന ഒരു സംഭവം അതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അടിച്ചു വരാനൊക്കെ നിൽക്കുമ്പോഴാണ് അത് ശരിക്കും കാണുന്നത്. ശരിക്കും ആളുള്ള വീടും ആളില്ലാത്ത വീടും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. ആ ഒരു ഒഴുക്കിനങ്ങനെ പോവും വീടും. ശരിക്കും പറഞ്ഞാൽ നല്ല മഴയാണെങ്കിലും നമ്മളെല്ലാവരും അവിടെ നിന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ആയപ്പോൾ ആ മഴേൻ്റെ ആ ഒരു വിഷമവും ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. മഴ പെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മൾ എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നല്ല മഴക്കാലത്തില്ലേ വീട്ടിൽ നിറച്ച ആൾ വേണം, നല്ല ആൾ വേണം. എന്നാൽ ശരിക്കും അതൊന്നും നമ്മൾ അറിയില്ല. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നല്ല രസമായിട്ട് അങ്ങനെ പോവും. നല്ല രസമാണ് വീട്ടിൽ ആളുള്ളപ്പം മഴ പെയ്യുമ്പോൾ. ഇല്ല നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ചടപ്പുമാണ് കേട്ടോ. ഞാൻ വെറുതെ റഫീഖാനൊക്കെ വിളിക്കും, വരാനായോ വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും അങ്ങനെ മഴയത്ത്. കാരണം അല്ലെങ്കിലും ഇപ്പോൾ നമ്മൾ പുറത്തൊന്നും പോകുന്നുണ്ടാവില്ല, പക്ഷെ മഴയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടാവലുണ്ട് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടോ എന്ന് പറയണേ. അവിടെ ചെന്നപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലേ ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല രസമായിരുന്നു. 2-3 ദിവസം പോയതേ അറിഞ്ഞിട്ടില്ല. തിരിച്ചെത്തിയപ്പോഴല്ലേ ഭയങ്കര ഒരു വിഷമം ഉണ്ടായിട്ടാ. നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഭയങ്കര എന്തോ ഒരു ബോറടിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലുണ്ടായി. എന്നിട്ട് പിന്നെ ഞാൻ ഏട്ടത്തിൻ്റെ മോളെ മക്കളെ തനുവിനെ ഹവ്വനെയും മുഹമ്മദിനൊക്കെ വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടൊക്കെ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ ആ ദിവസം അങ്ങ് കഴിഞ്ഞു. പിന്നെ രാവിലെ എണീറ്റാൽ പിന്നെ നമ്മൾ ഫ്രഷായി, പിന്നെ നമ്മൾ അത് വിട്ടു. പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കാവും അങ്ങനെ. അപ്പോൾ ഇതാ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ മൊത്തത്തിൽ മേലെയും താഴെയും ഒക്കെ ഒന്ന് അടിച്ചു വാരി മേലെയും താഴെയും ഒക്കെ ഒന്ന് തുടക്കവും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പോകുന്നതിൻ്റെ തലേദിവസം തുടച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ അടച്ചിട്ട് പോയാലൊരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഭയങ്കര അഴുക്കൊന്നുമില്ല, എന്നാലും മഴയൊക്കെ പെയ്തതല്ലേ. അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ട് ഒന്ന് തുടച്ചെടുത്തു. ഞാൻ തുടക്കുമ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് ഇങ്ങനെ ഒറ്റ തുടക്കലേ തുടക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ അഴുക്ക് ഉണ്ടാവലുള്ളൂ കേട്ടോ. അങ്ങനെ ഭയങ്കര ഒരു 2 പ്രാവശ്യം തുടക്കാനുള്ള അതൊക്കെ എല്ലാവരും വന്ന് നിന്ന് പോയാൽ അങ്ങനെയൊക്കെ എനിക്ക് വേണ്ടി വരാറുള്ളൂ. അല്ലാതെ അങ്ങനെ വല്ലാണ്ട് ഉണ്ടാവില്ല. അടിച്ച് വരിയാൽ തന്നെ ക്ലീനാണ്. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു തുടച്ച് പോവുകയും ഞാൻ ചെയ്യലുള്ളൂ കേട്ടോ. കിച്ചനൊക്കെയാണ് പിന്നെയും ഒരു 2 തവണയൊക്കെ അങ്ങനെ തുടക്കാം. മച്ചും ആദ്യം വന്നിട്ടുണ്ട് കേട്ടോ ബത്തേരിയിൽ നിന്ന്. അപ്പോൾ അവർ
ചുരിദാർ തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ മാളുത്താത്തല്ലേ അവിടെ വന്നതാണ്. അപ്പോൾ ഇത് ഹാദീൻ്റെ പരിപാടിയാണ് കേട്ടോ. മിക്സ്ചർ നുറുക്ക് അത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതായത് അവർ കൊണ്ടുവന്നാണ് കേട്ടോ. നമ്മളെ എൽസി ചേച്ചിയില്ലേ, അവർ കൊടുത്തയച്ച് മാങ്ങിയാണ് കേട്ടോ. അവർ രാവിലെ കൊണ്ടുവന്നപ്പോൾ അവർ അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ അതും കഴിച്ച് അതിനിടയിൽ പോയിട്ട് ഇനിയിപ്പോൾ ഫുഡൊക്കെ ആക്കണം. ഞാൻ പറഞ്ഞില്ലേ മന്തി ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവരും ഉണ്ടല്ലോ, അപ്പോൾ അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ റൈസ് റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ വേഗം ഒന്ന് ചുരിദാർ അലക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കല്ലിൽ അലക്കാൻ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് അലക്കിയെടുത്തു. ചുരിദാർ ഡ്രൈ വാഷാണ് കേട്ടോ. പക്ഷെ ഞാൻ ഡ്രൈ വാഷിനൊന്നും കൊടുക്കാറില്ല. ഞാൻ തന്നെ ജസ്റ്റ് കുറച്ച് ഒരു ഡ്രോപ്പ് ഷാമ്പൂ ഇട്ടിട്ട് ഒന്ന് മുക്കി വെച്ചിട്ട് അപ്പം തന്നെ ഒന്ന് കുത്തിയെടുക്കും. അതാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഉരച്ച് അലക്കി അങ്ങനെ എടുക്കില്ല, ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കും. നമ്മളതിൽ വൃത്തികേടും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊന്നും ആവുന്നില്ലല്ലോ അന്ന് അലക്കാൻ. അല്ലെങ്കിൽ ഞാൻ അലക്കലൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ആറിയിട്ടിട്ട് പിറ്റേ ദിവസം അങ്ങ് മടക്കി എടുത്ത് വെക്കുകയാണ്, ഹാങ്ങറിൽ എടുത്ത് വെക്കുകയാണ് ചെയ്യാം. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഴ പെയ്തപ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ കുറച്ചിങ്ങനെ വെള്ളം തെറിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അലക്കിയതാണ്. അപ്പോൾ ഇനി നമ്മളെ റൈസ് റെസിപ്പി നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ 1/2 കിലോ റൈസുമാണ് ഞാൻ ചെയ്യുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കളറില്ലാത്ത മുളക് പൊടി ഇട്ട്, കാശ്മീരി ചില്ലി എടുക്കണ്ട, സാധാ മുളക് പൊടി എടുത്താൽ മതി. 1 ടീസ്പൂൺ വരെ എടുക്കാം 1/2 കിലോന്, അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ എടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓയിലില്ല കേട്ടോ. നോക്കിയപ്പോൾ ഓയിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. കാരണം വെളിച്ചെണ്ണൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. ഇങ്ങനത്തെ റൈസിനൊന്നും അതെടുക്കരുത് കേട്ടോ. മന്തി അങ്ങനത്തെ ഇതിനൊന്നും വെളിച്ചെണ്ണ എടുക്കാണ്ടിരിക്കുക, ഓയിലെടുത്താൽ മതി. നമുക്കായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അറബിക് റൈസുകളിലും കാര്യങ്ങളിലൊന്നും നമ്മൾ അങ്ങനെ എടുക്കൂലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓയിൽ തന്നെ എടുത്തോ. പിന്നെ ഒരു 3 ചിക്കൻ ക്യൂബ്, മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്, പൊടിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല, അതാണ്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ ബെസ്റ്റ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തു. കുറച്ച് വിനാഗിരി, ഒരു 2 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ആ ഒരു മാഗി ക്യൂബില്ലേ, അത് നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ച് ഇതിലേക്ക് അങ്ങനെ യോജിപ്പിക്കണം കേട്ടോ. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാത്തത്, ആ ഒരു മാഗി ക്യൂബിൽ തന്നെ അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ച് മിക്സാക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം എല്ലാത്തിലേക്കും ആയിട്ട്. അവിടെ കട്ടയായിട്ട് കിടക്കരുത് കേട്ടോ. അതാണ് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. അതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാവും. ചിക്കനിലേക്ക് നമ്മൾ ഒട്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണേ. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഗോൾഡ് റൈസ് ഇല്ലേ, മന്തി ഉണ്ടാക്കുന്ന ഗോൾഡ് റൈസ്, വൈറ്റ് അല്ല, വൈറ്റ് എടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഗോൾഡ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ഗോൾഡ് എടുത്തതേ ഉള്ളൂ. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വൈറ്റ് റൈസ് ആണെങ്കിൽ നിങ്ങളൊരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചോ. ഗോൾഡ് ആണെങ്കിൽ, അതായത് ആ യെല്ലോ കളറാണെങ്കിൽ 1 മണിക്കൂറോളം വെള്ളത്തിലിട്ടോ. അരമണിക്കൂറെങ്കിലും എന്തായാലും ഇടണം കേട്ടോ. ഇല്ലെങ്കിൽ അതെന്തായാലും ശ്രദ്ധിക്കണം. ഇതാ ഞാൻ വെള്ളത്തിലേക്ക് ഒരു 2-3 കഷ്ണം പട്ട, ഒരു 2 ടീസ്പൂൺ ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. വെള്ളത്തിലെ പാകത്തിനുള്ള ഉപ്പ് വേണം കേട്ടോ റൈസിനുള്ള. അപ്പോൾ ആ ഒരു കളറ് പട്ടേൻ്റെ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്, ഒരു പിങ്ക് കളറ്. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ നമ്മൾ റൈസ് 1 മണിക്കൂർ കുതിർത്തതുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി കറക്റ്റായിട്ട് വെന്ത് വരട്ടെ. വെന്ത് സോഫ്റ്റ് ആവണ്ട, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ചിക്കനില്ലേ, ചിക്കൻ 2 മണിക്കൂറുകളും നിങ്ങൾ അങ്ങനെ മസാല ആക്കി വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിക്കോട്ടെ. നമ്മളെ റൈസിന് സമയമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് വെച്ചോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. പക്ഷേ അങ്ങനെ ചെയ്ത് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഈ ഒരു പരുവം മതി കേട്ടോ. വെന്തിട്ടുണ്ട്, എന്നാൽ സോഫ്റ്റ് ആയിട്ടില്ല. ആ ഒരു പരുവാകുമ്പോൾ നമുക്കിതിന്ന് ഒന്ന് ഊറ്റിയെടുക്കാം. വെള്ളം കളഞ്ഞിട്ട് ഊറ്റിയെടുക്കാം കേട്ടോ റൈസ്. അപ്പോൾ ഇതായി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൻ്റെ താഴേലേക്ക് നമ്മൾ മസാല മിക്സ് ചെയ്ത് ചിക്കൻ അതങ്ങനെ ആ ഒരു ഗ്രേവിയോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിനി ഇതിലേക്ക് പ്രത്യേകിച്ച് ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഓയിൽ നിങ്ങളൊരു 1/2 ബൗള്, മൊത്തം ഒരു 1 കിലോ റൈസിലേക്ക് ഒരു 3/4 ബൗൾ എടുത്തോ കേട്ടോ. അപ്പോൾ ഏകദേശം കണക്കാക്കിയിട്ട് 1/2 കിലോയിലേക്കൊക്കെ നിങ്ങൾ എടുത്താൽ മതി. ബൗളെന്ന് പറയുന്നത് നമ്മൾ പിക്കിളൊക്കെ എടുക്കുന്ന ചെറിയ ബൗളില്ലേ, അതാണേ.
അപ്പോൾ ഇതാ കുക്കറിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ നിരത്തി ചിക്കൻ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള റൈസ് അല്ലേ, അതങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നിങ്ങൾ കുറച്ച് അധികമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2 കുക്കറിലൊക്കെ ആയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് അടുപ്പിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു മസാല ആക്കിയ ചിക്കനില്ലേ അത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. അതിൻ്റെ മുകളിലേക്ക് റൈസ് വേവിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 മണിക്കൂർ ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. ദം ചെയ്തെടുക്കുക, അങ്ങനെയും ചെയ്തെടുക്കുക. ഇതാ ഞാൻ മൊത്തം ഇട്ട് കൊടുത്തു. 3-4 പച്ചമുളകും കൂടെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, നമ്മൾ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും ചിക്കനും റൈസും എല്ലാം നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അതവിടെ വെന്ത് വരട്ടെ. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ കേട്ടോ, ലോ ഫ്ലെയിമിലൊന്നും വെച്ചേക്കരുത്. ഇനിയിപ്പോൾ അതിൻ്റെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സവാള എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്, പിന്നെ ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ടൊമാറ്റോ സോസ്, ഒരു 2-3 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് റെഡ് ചില്ലി സോസ്. എനിക്കല്ലേ ഇങ്ങനെ സൈഡായിട്ട് കഴിക്കുന്ന സംഭവം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് പരീക്ഷിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഇതിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. മന്തീൻ്റെ കൂടെ ബിരിയാണീൻ്റെ കൂടെ ഒക്കെ സൈഡായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് റെഡ് ചില്ലി സോസാണേ. അപ്പോൾ അതും കൂടെ ഒരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തോ. പിന്നെ ഇത് ഷെസ്വാൻ സോസാണ്, അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ഗാർലിക്കിൻ്റെയും ഒക്കെ ഫ്ലേവർ ഉണ്ടാവും, ചെറിയൊരു സ്പൈസിയും ഒക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, റെഡ് ചില്ലി സോസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ റെഡ് ചില്ലി സോസ് നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, നമ്മൾ മുളക് ചതച്ച ആ ഒരു പൗഡറല്ല ചതച്ചത്, അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ടൊമാറ്റോ സോസും അതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സോസിലെല്ലാം ഉപ്പുണ്ടാവും, അപ്പോൾ കൂടിപ്പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്യുക, പേസ്റ്റ് ആക്കരുത്. പേസ്റ്റ് ആക്കി വേറെ ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്യുക, അവിടെ ഇങ്ങനെ കിടക്കണം. അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് ആക്കിയെടുക്കുക. എന്നിട്ട് ആക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. കാര്യം ആദ്യം തന്നെ ഉപ്പ് ചേർത്തിട്ട് ഇങ്ങനെ കൂടിപ്പോകണ്ട. ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റും ആ ഒരു ചെറിയൊരു സോസിൻ്റെ മധുരവും പുളിപ്പും എല്ലാം കൂടെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഈ മന്തീൻ്റെ കൂടെയും ബിരിയാണീൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് പിന്നെ പ്രത്യേകിച്ച് ടൊമാറ്റോ സോസോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ഈ ഒരു ഐറ്റം മാത്രം മതി കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ. മയണൈസോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ റൈസെല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത നല്ല അടിപൊളി റൈസാട്ടോ നമുക്ക് കിട്ടുക. ഇത് ഭയങ്കര ഈസി റൈസാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും. അതാണ് ഞാൻ കാണിക്കാൻ കാരണം. ഞാൻ കുറേ മുന്നേ ഈ ഒരു റൈസ് റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന് സ്പെഷ്യലായിട്ട് ഇത് ചെയ്ത് നോക്കുക കേട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇനിയിപ്പോൾ അതിന് മുമ്പ് കുറച്ച് ചെറിയൊരളവ് ചെയ്ത് നോക്കിയോ നിങ്ങൾക്കൊരു എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഇതിന് ഉണ്ടാക്കിക്കോ. അപ്പോൾ ഇതാ അടിയിലൊന്നും പിടിക്കൂല. നമ്മൾ ജസ്റ്റ് ഒന്ന് അടിയിലുള്ള ഗ്രേവി മൊത്തം ഒന്ന് റൈസിലേക്ക് ഇട്ടിട്ട് ഇതിന് മൊത്തം ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ റൈസിലേക്ക് നമ്മൾ ഓയിലും മസാലയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ചിക്കൻ തന്നെയാണ് നമ്മളെ മസാലയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു മസാലയും കാര്യങ്ങളും ആ ഫ്ലേവറും ആ മാഗി ക്യൂബിൻ്റെ ഫ്ലേവറും എല്ലാം നമ്മൾ റൈസിലേക്കും വരണമെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം, മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അത് മറന്നു പോകരുതേ. ഇപ്പോൾ ഇതാ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള റൈസാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. ഈ ഒരു ഇതിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. പിന്നെ വെറൈറ്റി പായസം റെസിപ്പി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം കേട്ടോ. ഇനിയുള്ള വ്ളോഗിൽ ഒക്കെ ആയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മിസ്സാക്കാതെ കാണുക കേട്ടോ. നല്ല സോഫ്റ്റ് റൈസും നല്ല എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് ചിക്കനുമാണ്. ചിക്കനൊക്കെ നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. കറക്റ്റായിട്ട് കുക്കായി നല്ല ടേസ്റ്റാണ്. ചിക്കനൊക്കെ ഫ്രൈ ആയിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാട്ടോ ഈ ഒരു ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു റൈസിൻ്റെ കൂടെ നമ്മളെ സൈഡായിട്ടുള്ള ആ ഒരു സോസും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു വേറെ ലെവലാണ് കേട്ടോ. റൈസ് മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ഇതിനോ നിങ്ങൾ എപ്പോഴെങ്കിലും
ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറന്നു പോകല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. അത്യാവശ്യം സമയമൊക്കെ ആയിട്ടുണ്ട്. 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 മണി ആയിട്ടുണ്ട്, 1 മണിയല്ല, 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ചോറിനലൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ. എൻ്റെ അമ്മോൻ്റെ മോള് പ്രസവക്കൂട്ടലിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ, റോഷി, നമ്മളെ ഇരളത്തുള്ള. അപ്പം റോഷി പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് കുട്ടീനെയും റോഷിനെയും കൂടെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ മച്ചും ആദ്യം കുറച്ച് സമയം കഴിഞ്ഞാൽ അവർ പോവും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. നിങ്ങളുടെ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ല സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും സമാധാനത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.